തേർഡ് സെമസ്റ്റർ BSc സൈക്കോളജി ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2023 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ പാർട്ട് 3 സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. 20th question, define systematic sampling. How will you select it? Discuss its relative merits and demerits. ഇപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് നോക്കാം. If we can arrange the items of a population in a definite order, say alphabetical, chronological, geographical, etc., this method can be used. Once the items of the population are arranged in some order, assign them numbers 1, 2, 3, etc. Divide them into a number of groups which is equal to the required sample size. From the first group, choose an item at random using lottery method. If we select the fourth item, choose the fourth item of every group systematically. This will constitute a systematic sample. അപ്പം ഈ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഒരു രൂപമാണ്. വൺ ഓഫ് ദി പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ഡാറ്റേനെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ഒന്നില്ലെങ്കിൽ ആൽഫബറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ക്രോണോളജിക്കലായിട്ട് അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ട് ഡാറ്റേനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. അത്തരം അറേഞ്ച് ചെയ്ത ഡാറ്റയിലുള്ള ഓരോ പോപ്പുലേഷനിൽ ഓരോ യൂണിറ്റിനും നമ്മൾ നമ്പേഴ്സ് കൊടുക്കുകയാണ്. 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എത്ര സാമ്പിൾ സൈസാണോ ആവശ്യം അത്ര ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡാറ്റേനെ ഡിവൈഡ് ചെയ്യണം. ആ പോപ്പുലേഷനെ അത്ര ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സാമ്പിൾ സൈസ് 50 ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ പോപ്പുലേഷനെ 50 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ റാൻഡം മെത്തേഡ് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും അത്രാമത്തെ ഐറ്റം തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് നമ്മളിപ്പോൾ 5ാമത്തെ ഐറ്റത്തിനെ സെലക്ട് ചെയ്താൽ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പിലത്തെ 5ാമത്തെ ഐറ്റത്തിനെ സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് പോകേണ്ടത്. For example, if we want to select a systematic sample of 100 students from a group of 1000, first arrange the students alphabetically. Now assign them serial numbers 1, 2, 3, etc. up to 1000. Divide them into 100 groups of size 10. From the first group, choose a student at random. If we choose the 7th student from the first group, choose the 7th student of every group. That means we will choose 7th, 17th, 27th, etc. 997th students respectively into the sample. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു എക്സിക്യൂട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ക്ലസ്റ്റേർഡ് സെലക്ഷൻ ക്യാൻ ബി എലിമിനേറ്റഡ്. ലെസ് ടൈം കൺസ്യൂമിങ്. ലോ റിസ്ക് ഫാക്ടർ ഓർ ലോ പ്രോബബിലിറ്റി ഓഫ് കണ്ടാമിനേറ്റിംഗ് ദ ഡാറ്റ. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇഫ് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് അൺഅവൈലബിൾ, ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ്. ഗ്രേറ്റർ റിസ്ക് ഓഫ് ഡാറ്റ മാനിപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം ടേക്കൺ ബൈ വർക്കേഴ്സ് ഇൻ പെർഫോമിംഗ് എ ജോബ് ബൈ മെത്തേഡ് 1 ആൻഡ് മെത്തേഡ് 2 ആർ ഗിവൺ ബിലോ. അപ്പോൾ മെത്തേഡ് 1ത്തെ ടൈംസ് തന്നിട്ടുണ്ട് 20, 16, 26, 25 ആൻഡ് 23. മെത്തേഡ് 2ലുള്ളത് 28, 33, 42, 35, 52 ആൻഡ് 34. Does the data show that the variances of the time distribution by the two methods do not differ significantly, given that the time distribution are normal? അപ്പോൾ ഇവിടെ 2 ടൈമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് തന്നിരിക്കുന്നത്. ടൈം വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. മെത്തേഡ് 1ലുള്ള ടൈം വാല്യൂസും ഉണ്ട്, മെത്തേഡ് 2ലുള്ള ടൈം വാല്യൂസും ഉണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഡസ് ദ ഡാറ്റ ഷോ ദാറ്റ് ദ വേരിയൻസസ് ഓഫ് ടൈം, വേരിയൻസസ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്, ഓഫ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ബൈ ദ 2 മെത്തേഡ്സ് ഡു നോട്ട് ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ വേരിയൻസസ് ഈക്വൽ ആണോ എന്നാണ്, ഡിഫർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ തുല്യമാണോ എന്ന കാര്യമാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ വേരിയൻസസ്.
സിഗ്മ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ 2 സ്ക്വയർ എന്ന് പറയുന്ന എഫ് ടെസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് ടെസ്റ്റ് ഉപയോഗിക്കുമ്പം ആദ്യം നമ്മൾ രണ്ട് ഡാറ്റയിലും സെപ്പറേറ്റ് ആയിട്ട് എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മെത്തേഡ് ഞാൻ എടുക്കുന്നു. അതിലത്തെ എക്സ് വാല്യൂസ് 20, 16, 26, 25, 23 അതിൻ്റെ സമ്മേഷൻ എക്സ് കണ്ടുപിടിച്ചു. അതേമാതിരി എക്സ് സ്ക്വയർ വാല്യൂസും കണ്ടുപിടിച്ചു. 400, 256, 656, 625 ആൻഡ് 529 അതിൻ്റെ സമ്മേഷൻ എക്സ് സ്ക്വയറും ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ. ഇത് നമ്മൾ എന്തിനാണ് കണ്ടുപിടിച്ചത്? നമ്മൾ n 5 ആണെന്ന് അറിയാം. മീൻ കാൽക്കുലേറ്റ് ചെയ്യണു. എക്സ് ബാർ ഈ ഡാറ്റയുടെ മീൻ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണു. സമ്മേഷൻ എക്സ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 22. ഇപ്പോൾ ഫസ്റ്റ് ഡാറ്റയുടെ മീൻ നമുക്ക് എത്രയാണ് കിട്ടിയത്? 22 എന്ന് കിട്ടി. ഇനി അതിലെ എസ് സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണു. വാട്ട് ഈസ് എസ് സ്ക്വയർ? സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 13.2 ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. അതിൻ്റെ വാല്യൂ 16.5 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിലുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത് എഫ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അതേപോലെ മെത്തേഡ് 2വിലുള്ള വാല്യൂസ് വെച്ച് അവരുടെ എക്സ് വാല്യൂസ് നമ്മൾ നോക്കി. സമ്മേഷൻ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് അതേപോലെ എക്സ് സ്ക്വയറുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മേഷൻ എക്സ് സ്ക്വയറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നൗ എൻ എസ് ഈക്വൽ ടു 6. ഇവിടുത്തെ മീൻ കാൽക്കുലേറ്റ് ചെയ്തു. സമ്മേഷൻ എക്സ് ബൈ എൻ 37.33 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു 60.14. അതായത് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിച്ചു. നൗ എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 ഈ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ദ വാല്യൂ ഈസ് 72.17. അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റ് വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 ഇസ് 16.5. സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്തു 72.17. അപ്പോൾ ഈ രണ്ട് എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 ആരുടെ വാല്യൂ ആണോ ഹയർ അതിനെ നമ്മൾ ഫസ്റ്റ് സാമ്പിളായിട്ട് ഇവിടെ എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മെത്തേഡ് 2വിൽ വെച്ച് കിട്ടിയ വാല്യൂ ആണ് ഹയസ്റ്റ് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഈ മെത്തേഡ് 2വിൽ വരുന്ന വാല്യൂസിനെ അതിനെ നമ്മൾ ഫസ്റ്റ് സാമ്പിളായിട്ടും മെത്തേഡ് 1ൽ വരുന്നതിനെ സെക്കൻഡ് സാമ്പിളായിട്ടുമാണ് എടുക്കേണ്ടത്. അപ്പം സിൻസ് എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 ഓഫ് മെത്തേഡ് 2 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മെത്തേഡ് 1, സാമ്പിൾ യൂസിങ് മെത്തേഡ് 2 ഈസ് ടേക്കൺ ആസ് ദ ഫസ്റ്റ് സാമ്പിൾ. സോ N1 ഇപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഈ കേസിൽ N1 ഇസ് 6, മെത്തേഡ് 2വിൻ്റെ സാമ്പിൾ സൈസ്. S1 സ്ക്വയർ ഇസ് 60.14, ദാറ്റ് ഈസ് ഓഫ് മെത്തേഡ് 2. അതുമാതിരി N2 ഇസ് ഈക്വൽ ടു 5 ആൻഡ് S2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 13.2 എന്നെടുത്തു. ഇനി നമുക്ക് നമ്മളെ ടെസ്റ്റ് പെർഫോം ചെയ്യും. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 സിഗ്മ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ 2 സ്ക്വയർ, ഇക്വാലിറ്റി ഓഫ് വേരിയൻസസ്, against H1 സിഗ്മ 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ 2 സ്ക്വയർ. ഇത് നമ്മളെപ്പോഴും വൺ ടെയിൽഡ് ടെസ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. സിഗ്മ 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ 2 സ്ക്വയർ ആയിരിക്കും ഇവിടെ നമ്മൾ ആൾട്ടർനേറ്റീവ് എടുക്കുന്നത്. ഇനി നമുക്ക് ആൽഫ ഫിക്സ് ചെയ്യാം. ഫിക്സ് ആൽഫ ഇസ് ഈക്വൽ ടു 5% ഞാൻ ഫിക്സ് ചെയ്തു. നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് എഫ് എന്ന് പറയുന്നത് N1 S1 സ്ക്വയർ ഡിവൈഡ് ബൈ N1 മൈനസ് 1 ഡിവൈഡഡ് ബൈ N2 S2 സ്ക്വയർ ഡിവൈഡ് ബൈ N2 മൈനസ് 1. അതിൻ്റെ വാല്യൂ എന്താണ്? 6 × 60.14 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 5 × 13.2 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4.37 എന്നാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഫിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. 4.37. ഇനി നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നോക്കാം. ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഗിവൺ ബൈ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ, വേർ എഫ് ആൽഫ ഈസ് ഒബ്റ്റെയിൻ ബൈ റെഫറിങ് ദ എഫ് ടേബിൾസ് ഫോർ സിഗ്നിഫിക്കൻസ് ലെവൽ. ഈ കേസിൽ 5% ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N1 മൈനസ് 1, N2 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5,4. ഇനി നമുക്ക് ടേബിൾസിൽ നോക്കാം. നമ്മൾ എഫ് ടേബിൾസിൽ നമ്മൾ നോക്കുകയാണ്. അതായത് ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം 5ഉം
സെക്കൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം 4 നമ്മൾ നോക്കുമ്പം നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഈസ് 6.26 എന്ന വാല്യൂ ആണ്. 5 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും 5,4 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ കിട്ടുന്ന ടേബിൾ വാല്യൂ 6.24. അപ്പോൾ എഫ് ആൽഫ ഈസ് ഈക്വൽ ടു 6.24 അല്ലേ. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയനെ നമ്മൾ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ എന്ന് എഴുതുക. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് എഫ് ഗ്രേറ്റർ ദാൻ 6.26. അതായത് എഫിൻ്റെ വാല്യൂ 6.26-നെക്കാട്ടും കൂടുതൽ വരുന്നതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ. ഹിയർ എഫ് ഇസ് ഈക്വൽ ടു 4.37 വിച്ച് ഇസ് ലെസ് ദാൻ 6.26. നമുക്ക് കിട്ടിയത് 4.37 ആണ് എഫിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് ലെസ് ദാൻ 6.26. So, we will accept the null hypothesis H0. അപ്പോൾ നമ്മൾ H0-നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് H0 σ1 സ്ക്വയർ ഇസ് ഈക്വൽ ടു σ2 സ്ക്വയർ. രണ്ട് വേരിയൻസസ് ഈക്വൽ ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്കാണ് നമ്മളിവിടെ എത്താൻ പോകുന്നത്.